ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് ലിജ ജോൺ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ചെറിയൊരു പരിപാടിക്ക് പോകാൻ പോവാണ്. ഇവിടെ അടുത്ത് നമുക്കൊരു വിമൻസ് ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ വിമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാമിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്നതിന് മുന്നേ നിങ്ങളുമായിട്ട് ഒരു ചെറിയ കാര്യം ഷെയർ ചെയ്യാം, അങ്ങനെ ഒരു കൊച്ചു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ദെൻ വിമൻസ് ഡേ ആയിട്ട് നമുക്ക് ഇന്നൊരു മെസ്സേജ് വിമനോട് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും കൂടി പറയാനുള്ള ഒരു കാര്യം ആൻഡ് അതുപോലെ തന്നെ ഒരു സൂപ്പർ എഫക്റ്റീവ് ടെക്നിക്കും കൂടി പറഞ്ഞു തരാം. അപ്പോൾ നമുക്കറിയാം, എന്നോട് കഴിഞ്ഞ ദിവസം എന്നോട് കുറച്ച് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞായിരുന്നു ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ തോന്നുന്നില്ല, പേടിയാണ് ഫെയിൽ ആകുമോ, അതുപോലെ തന്നെ ഇന്ന കാര്യത്തിൽ ഒരു പരിചയമില്ലാത്തതുകൊണ്ട് അത് ചെന്ന് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഒന്നിലും ചെയ്യാതിരിക്കുകയാണ്, ഒന്നിലും ഞാൻ എൻഗേജ്ഡ് ആവാതിരിക്കുകയാണ്. സോ എല്ലാം ഒന്ന് കറക്റ്റ് ആവട്ടെ, നമുക്ക് ഓക്കെ ആവുമ്പോൾ നമുക്ക് ചെയ്യാം, പക്ഷെ എനിക്കങ്ങനെ വെയിറ്റ് ചെയ്യാനും പറ്റുന്നില്ല, ഇങ്ങനെ കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് പേര് എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഭയങ്കര കൺഫ്യൂഷനാണ്, എന്ത് ചൂസ് ചെയ്യണം, എവിടെ തുടങ്ങണം എന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്താണേലും ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും. കാരണം നമ്മുടെ കുറച്ചധികം ക്ലയൻസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ പല സെഷൻസും അറ്റൻഡ് ചെയ്തിട്ട് ലൈഫിൽ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഡെയിലി എഴുന്നേറ്റ് എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ സക്സസ് സ്റ്റോറീസ് വായിക്കാനാണ് സമയം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എന്താ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ പോസിറ്റീവ്സ് ആണ് ഗൈസ് കിട്ടുന്നത്. അപ്പം എനിക്ക് ഒരു പോസിറ്റീവ് ന്യൂസും കാര്യങ്ങളും എല്ലാമായിട്ട് എൻ്റെ ഡേ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ പറഞ്ഞതുപോലുള്ള കൺഫ്യൂഷൻസ് മാറ്റാം, അതുപോലെ തന്നെ ഒന്നുമില്ല പക്ഷെ സ്റ്റാർട്ട് ചെയ്യണം പക്ഷെ പേടിയാണ്, ഇങ്ങനെയുള്ളതിനെല്ലാത്തിനും കൂടെയുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു ടേം ഉണ്ട്, ആ ടേം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ആ ടേം ആണ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. പലരും പറയും ഇപ്പം ചെയ്താൽ ശരിയാവത്തില്ല, കുറച്ച് നാളുകൂടെ കഴിയട്ടെ, അല്ലെങ്കിൽ ആ ഒരു സംഭവം കൂടെ വരട്ടെ എന്നിട്ട് ചെയ്യാം. ആക്ച്വലി ദാറ്റ്സ് കോൾഡ് പെർഫെക്ഷനിസം. പെർഫെക്ഷനിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ഡിസ്ട്രക്റ്റീവ് ക്യാരക്ടറാണ്. നിങ്ങളെ ഒരിക്കലും ഗ്രോ ചെയ്യാൻ അത് സമ്മതിക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഗൈസ്. അപ്പം ഒരിക്കലും നിങ്ങൾ ഒരു കാര്യം പെർഫെക്റ്റ് ടൈം ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വരട്ടെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കരുത്. അതൊരു റോങ് ഡിസിഷൻ ആണ്. സോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് സോഴ്സ് ആണോ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ. അല്ലാതെ നിങ്ങൾ ഇന്ന കാര്യം സെറ്റായിട്ട് അവിടെ അത് ഓക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകത്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്കുള്ള റിസോഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യൂ. ബാക്കിയൊക്കെ അതിൻ്റെ ആ ഒരു ജേർണിയിൽ തന്നെ വിൽ കം ടു യു. അതുകൊണ്ട് അത് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ തന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ അതിൽ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തും. ഫസ്റ്റ് ടൈം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാഷനിൽ നിങ്ങൾക്ക് വേണ്ടത്ര പരിചയമില്ല എന്നുണ്ടെങ്കിൽ ചെറിയ മിസ്റ്റേക്സ് വരും. ബട്ട് മേക്ക് ഇറ്റ് ഇസ് എ ലെസൺ. അതിൽ നിന്നും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ ഈ കൺഫ്യൂഷൻസ് ഉണ്ടാവുമെന്ന് പറയത്തില്ല പലരും. ഈ കൺഫ്യൂഷൻസ് മാറാൻ വേണ്ടി, അതായത് ഞാൻ അതിൽ ചൂസ് ചെയ്യണോ ഇത് ചൂസ് ചെയ്യണോ ഇതിൽ സ്റ്റിക്ക് ഓൺ ആവണോ എങ്ങനെയൊക്കെ കുറേ പേര് എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മുടെ സെഷൻസ് എടുത്തിട്ടും അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, ഓർ നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ പാഷൻ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ഫീൽഡ് എന്ന് വേണമെങ്കിലും പറയാം, ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക. നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു നിങ്ങളുടെ പേഴ്സണൽ ജേർണലിലോ അല്ലെങ്കിൽ ഡയറിയിലോ ബുക്കിലോ അറ്റ്ലീസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിലെങ്കിലും നിങ്ങൾ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു രണ്ട് കോളം വരയ്ക്കാം. ഒരു വര ഇട്ടിട്ട് രണ്ട് സെപ്പറേറ്റ് ആക്കുക. ദെൻ നിങ്ങളുടെ ഐഡിയാസ് ഡിഫറെൻറ്റ് ഐഡിയാസ് രണ്ടായിട്ട് നിങ്ങൾക്ക് എഴുതുക. ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്നു, കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്നത് ലെഫ്റ്റ് സൈഡിലും, ഇച്ചിരി പാടാണെന്നുള്ളത് റൈറ്റ് സൈഡിലും എഴുതി വെക്കുക. ദെൻ കമ്പയർ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും, ഇതാണ് കുറച്ചും കൂടി എനിക്ക് എൻ്റെ ടേസ്റ്റിനനുസരിച്ച് വർക്ക് ആവുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ദെൻ അതിലേക്ക് നിങ്ങൾ കൂടുതൽ എലമെന്റ്സ് ആഡ് ചെയ്യൂ. ദെൻ നിങ്ങൾക്ക് നോ എന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ
ടേക്ക് ഇറ്റ്. അതുപോലെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കെയർഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ പാഷനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു ടു എ സർട്ടൻ ലിമിറ്റ് നിങ്ങൾക്ക് അതിനെ അവോയ്ഡ് ചെയ്ത് മൂവ് ഫോർവേഡ് ആവാൻ പറ്റും. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല, ഇത് എനിക്ക് വേണ്ട രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് തരത്തില്ല എന്ന്. അത് ശരിക്കും പറഞ്ഞാൽ റോങ് ആണ്. നമുക്ക് ആർക്കും ബിഗിനിങ്ങിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ല. ചില ടൈമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നിങ്ങളൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഫസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ടാർഗറ്റ് ഒന്നും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ബട്ട് നിങ്ങൾക്ക് പേഷ്യൻസ് വേണം, അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കൂ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ഡ്രീംസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ട്രൈ ചെയ്യാം. ബട്ട് ഇവിടെ ഞാനൊരു കാര്യം പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യാതെ, ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാതെ കാര്യങ്ങളെല്ലാം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്തോളം എന്ന് പറഞ്ഞിരിക്കരുത്. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ടേക്ക് ആക്ഷൻ. ദാറ്റ്സ് നെസസറി. കാരണം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഇപ്പം ഒരാൾ മടി പിടിച്ചിരിക്കുന്നു, കാര്യങ്ങളെല്ലാം കയ്യിലോട്ട് വരുന്നു, അതിനെ നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ഷനോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡ് സെറ്റും നമുക്ക് ചുറ്റുമുള്ള എനർജിയും നമ്മുടെ ആ ഒരു ഡ്രീമുമായിട്ട് നമ്മൾ അലൈൻ ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ എടുക്കൂ. ഓക്കെ, ദെൻ അതിനുശേഷം ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യും. നമ്മൾ എന്തുമാത്രം മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒത്തിരി. ഈവൻ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ പറഞ്ഞത് മറ്റേ വാലറ്റ് മാനിഫെസ്റ്റേഷൻ, പേഴ്സ് മാനിഫെസ്റ്റേഷൻ, അതുപോലെ റൈസ് ബൗളിന്റെ ഒക്കെ റീസെന്റ് ആയിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഒത്തിരി നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് മീ ഗൈസ്. കാരണം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഒത്തിരി പേരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഡെയിലി വായിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനൊരു 2023 ഈ ഒരു ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, ഞാനൊരു സോഷ്യോളജിസ്റ്റ് ആണ്, ഇപ്പം ഞാനൊരു സെലിബ്രിറ്റി ഗൈഡും കൂടിയാണ്. അപ്പം ആ ഒരു ടൈമിൽ 2023 ഒക്കെ ആയ സമയത്ത് എൻ്റെ മോർണിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ടായിരുന്നു. ബട്ട് ഇപ്പം അങ്ങനെയല്ല, എനിക്ക് ഇൻസ്പയർ ആവാൻ ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് നമുക്ക് തരാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ടാരറ്റ് റീഡിംഗ് വേണമെങ്കിലൊക്കെ എടുക്കാം. എല്ലാം പെയ്ഡാണ്, പെയ്ഡ് സെഷൻസ് ആണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ എഫക്റ്റീവ് ടെക്നിക്കാണ്. അത് വേറെ ഒന്നുമല്ല, അതിൻ്റെ പേരാണ് കോഫി കപ്പ് മാനിഫെസ്റ്റേഷൻ. കോഫി കപ്പ് മാനിഫെസ്റ്റേഷൻ. അപ്പം ഇതിന് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കോഫി കപ്പ് വേണം. ഇത് പുതിയതാണ് കേട്ടോ, ഇതിൽ സ്റ്റിക്കർ പോലും ഇവിടെ ഇളക്കിയിട്ടില്ല. ഞാനിപ്പം ജസ്റ്റ് തപ്പിയെടുത്തത്, നല്ല ഭംഗിയുണ്ട്, അകത്തൊരു സ്റ്റീലിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് പിന്നെ നമുക്ക് വേണ്ടതൊരു സ്പൂണാണ് ഗായ്സ്, സ്പൂൺ. ഓക്കെ, അപ്പം നമുക്ക് കോഫി കപ്പ് മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം ഞാൻ ഫസ്റ്റ് പറയട്ടെ, ഞാൻ കോഫി കുടിക്കാറില്ല. ഞാൻ കോഫി, ടീ, ഇങ്ങനത്തെ സാധനങ്ങൾ, മിൽക്ക് പ്രൊഡക്ട്സ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും. കാരണം ഞാൻ ഐസ്ക്രീം കഴിക്കും, പിന്നെ ഈ പറഞ്ഞ പോലെ യോഗട്ട് ഒക്കെ കുഴപ്പമില്ല, പിന്നെ കേർഡ്, മോര് അതൊക്കെ യൂസ് ചെയ്യും. പക്ഷെ മിൽക്ക്, അതുപോലെ കോഫി, ടീ ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാഡ്ബറിയുടെ ഈ ഒരു ഇൻസ്റ്റന്റ് ഹോട്ട് ചോക്ലേറ്റ് ഇല്ലേ, ഇതാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്നു എന്ന് കരുതി നിങ്ങൾ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ടേക്ക് കോഫി, അല്ലെങ്കിൽ നിങ്ങൾ ടീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടീ എടുക്കാം. ഞാൻ ഇവിടെ ഈ ഒരു സാധനം എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഈ കോഫി കുടിക്കാത്തത് കൊണ്ടാണ്. ഞാൻ കോഫി, ടീ കുടിക്കത്തില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കപ്പിനകത്തിൽ എന്തെടുക്കാം, കോഫി എടുക്കാം. ഇനി എന്നെ പോലെ കോഫി കുടിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഹോട്ട് ചോക്ലേറ്റ് ഇപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഫി ഇതെടുക്കാം. ദെൻ എൻ്റെ കയ്യിൽ വേറുള്ളൊരു സാധനമാണ് ഇത്, കണ്ടോ? കണ്ടില്ല? ഓക്കെ, കാണിച്ചു തരാം. ചൂടുവെള്ളം, നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഈ ഹോട്ട് ചോക്ലേറ്റ് റെഡിയാക്കാൻ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ മിൽക്ക് യൂസ് ചെയ്യത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹോട്ട് ചോക്ലേറ്റും
ഇതും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് വേറൊരു സാധനം കൂടി എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി ഒരു പീസ് ഓഫ് പേപ്പർ വേണം ഗൈസ്, ചെറിയൊരു പീസ് പേപ്പർ. നമ്മൾ എന്തായാലും നമ്മുടെ ഒരു ഡ്രീം, ഒരു വിഷ് നമ്മൾ അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു. ദെൻ ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ സൈഡിൽ കൂടി നമ്മുടെ മാനിഫെസ്റ്റേഷനും കൂടെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ആരും വർക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ ഫുൾ ടൈം മാനിഫെസ്റ്റേഷനായിട്ട് ഇരിക്കരുത്. അത് നമുക്ക് റിസൾട്ട് തരത്തില്ല എന്ന് ഞാൻ ഇപ്പോഴേ പറയാണ്. ഓക്കെ, അപ്പം നമുക്കൊരു ചെറിയ പീസ് ഓഫ് പേപ്പർ വേണം. ദെൻ ഫൈനലി വി നീഡ് അവർ പെൻ. ഇത് കണ്ടോ, എൻ്റെ പെന്നാണ്. ആക്ച്വലി ഞാൻ ബ്ലാക്ക് ഇങ്കാണ് എൻ്റെ ഫേവറേറ്റ്. സെല്ലോ ഗ്രിപ്പറിൻ്റെയൊക്കെ ബ്ലാക്ക് പെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബട്ട് ഞാൻ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അഫർമേഷൻസ് എഴുതുമ്പോഴും ഏഞ്ചൽ നമ്പേഴ്സ് എഴുതുമ്പോഴും സ്വിച്ച് വേർഡ്സ് എഴുതുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുമ്പോൾ വചനം എഴുതുമ്പോഴും ഞാൻ ബ്ലൂ ഇങ്ക് പെൻ അല്ലെങ്കിൽ ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല. ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു നല്ല തുടക്കം അല്ലെങ്കിൽ നല്ല പോസിറ്റിവിറ്റി ഒക്കെ തരുന്നൊരു കളറാണ്, കണ്ണിന് നല്ല ഇതാണ്. അതുപോലെ ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം എഴുതുമ്പോൾ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ദെൻ ഇതിലൊരു യെല്ലോ, ഇത് കണ്ടോ, അത് വേറൊന്നുമല്ല, ഞാനൊരു പേപ്പറിൽ ഒരു വചനം എടുത്ത് എഴുതി. എപ്പോഴും എൻ്റെ മാജിക് പെൻ, ഇതെൻ്റെ മാജിക് പെന്നാണ് കേട്ടോ, ഞാൻ തന്നെ വിളിക്കുന്നതാണ് മാജിക് പെൻ. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ എഴുതി ചുറ്റി വെച്ചിട്ടുണ്ട്. ഈ വചനം വേറൊന്നുമല്ല, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വചനമാണ്. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ആ ഒരു വചനമാണ്. അപ്പം ഇത് ഞാൻ ഇതിൻ്റെ റീഫില്ലറിന് ചുറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കോഫി കപ്പ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമുക്ക് കോഫി കപ്പ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ഞാൻ എന്താ കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഹോട്ട് ചോക്ലേറ്റും ഇവിടെ ഉണ്ട്. ദെൻ സ്പൂൺ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പേപ്പറിലോട്ട് നമ്മളുടെ വിഷ് നമുക്ക് എഴുതാം. ഞാൻ കാണിച്ചു തരത്തില്ല കേട്ടോ നിങ്ങളെ, കാരണം നമ്മളിങ്ങനെ എഴുതുന്ന ആരെയും കാണിക്കാൻ പാടില്ലല്ലോ. ഞാൻ എൻ്റെ ഒരു വിഷ് എഴുതുകയാണേ. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ വിഷ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു എഴുതി വെച്ചിട്ടുള്ള വിഷ് കാണിക്കുന്നില്ല, ഇത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ മടക്കുവാണ്. ഈ ഒരു കുഞ്ഞു പേപ്പർ ഞാൻ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് മടക്കി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാനിവിടെ വെച്ചു. ദെൻ ഞാൻ എൻ്റെ ഈ ഒരു കപ്പ് എടുത്തു. എന്നിട്ട് നമുക്ക് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഈ ഒരു ചോക്ലേറ്റിന് ഇത് ഇട്ട് കൊടുക്കുക. ഈ ഒരു സ്പൂൺ കുറേ നാൾ മുന്നേ ഇട്ട് വളഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, സോറി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇതിലോട്ട് കോഫി ആഡ് ചെയ്യാവേ. നിങ്ങൾക്ക് കോഫി ആഡ് ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ. ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു. യെസ്, ഇനി നിങ്ങൾക്ക് ഈ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കുന്നതും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് നോർമൽ വാട്ടർ. സാധാരണ വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അടയുന്നില്ല. ഐ എം ഗോണ ആഡ് ദിസ് ഹോട്ട് വാട്ടർ. ഒരു ഹോട്ട് വാട്ടർ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തോളൂ. കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ, എനിക്ക് ഒരുപാടൊന്നും വേണ്ട. ദെൻ ഞാൻ എൻ്റെ സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഇവിടെയാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ കോർ പോയിന്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രീം ഉണ്ടല്ലോ, ഇത് ഞാൻ എടുത്തിട്ട് ഈ കപ്പിൻ്റെ താഴോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഞാൻ മനസ്സിൽ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യാണ്. ഈ ഒരു സ്പൂണിൽ ഞാൻ എൻ്റെ ഇൻറ്റൻഷനാണ് ഇതിലോട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ആം മിക്സിങ് മൈ ഇൻറ്റൻഷൻ. ഞാൻ ഈ എഴുതി വെച്ച കാര്യം മിക്സ് ചെയ്യുവാണ്. ജസ്റ്റ് മനസ്സിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാതെ. ഇപ്പം ഞാൻ ജസ്റ്റ് കണ്ണടച്ച് ഞാനിപ്പോൾ എഴുതിയ കാര്യം, ഈ സ്പൂണിൽ എൻ്റെ കാര്യം ഉണ്ടെന്ന് വിചാരിച്ചു, ഞാൻ ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യുവാണേ. മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ കാര്യം മനസ്സിലൊന്ന് വിചാരിച്ചു. അപ്പം ഞാനത് ഈ ഒരു ഡ്രിങ്കിലോട്ട് ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇൻറ്റൻഷൻ ഇതിലുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രിങ്ക് ഞാൻ കുടിക്കാൻ പോവാണ് ഗൈസ്. യെസ്, അങ്ങനെ ഇത് നമ്മൾ കുടിക്കുകയാണ്. ഞാൻ കുറച്ച് കുടിച്ചുള്ളൂ, ബാക്കി ഞാൻ പിന്നെ കുടിച്ചോളാം. അപ്പോൾ ഇത്രയുമാണ് ഗൈസ് നമ്മുടെ
ഈ ഒരു കോഫി കപ്പ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, കണ്ടില്ലേ? ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോഴൊക്കെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഡെയിലി ചെയ്യേണ്ടപ്പം ഞാൻ ഈ എഴുതി വെച്ച ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു പേപ്പറിൽ എഴുതിയത്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഡെയിലി നിങ്ങൾക്ക് അല്ലാതെ നോർമലി ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയാൻ വന്നേ, നിങ്ങൾക്ക് പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് വാട്ട് യു വാണ്ട്, അല്ലെങ്കിൽ വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. അപ്പം നിങ്ങൾ എല്ലാവരും ലൈഫിൽ പെർഫെക്റ്റ് ടൈം വന്നിട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്തോളാം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇന്ന ആളും കൂടെ ഉണ്ടെങ്കിലേ എനിക്കത് പറ്റുള്ളൂ, അങ്ങനെ ഒന്നും ചിന്തിച്ചിരിക്കരുത്. നിങ്ങളുടെ കയ്യിലും ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈവൻ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഒരൊറ്റ മനുഷ്യരുടെ ഹെൽപ്പില്ലാതെ ആയിരുന്നു. നമ്മളെപ്പോഴും പറയും നമ്മൾക്ക് ലൈഫിൽ ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്യണം, എടുക്കണം എന്നൊക്കെ, അത് ശരിയാണ്, ദാറ്റ്സ് ട്രൂ, ഐ അഗ്രി. ബട്ട് ഈ പറഞ്ഞതുപോലെ പലതും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റും ഗൈസ്. അപ്പം എനിക്കിതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ള മെസ്സേജ്. അതുപോലെ എനിക്ക് പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അതിൽ ഏത് ചൂസ് ചെയ്യണം, ഇത് ചൂസ് ചെയ്താൽ ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ, ഇങ്ങനെയൊക്കെ ഉള്ള കൺഫ്യൂഷൻ വരുമ്പോൾ ജസ്റ്റ് റൈറ്റ് ഡൗൺ ചെയ്തിട്ട് അനലൈസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ഹാവ് എ നൈസ് ഡേ.